വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ഫസ്റ്റ് ഒരു ലെക്ചറാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ആ ഒരു വീഡിയോനെ ബേസ് ചെയ്ത് ഒരു ചെറിയ 2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് സൈൻ എ ഈക്വൽ ടു 3/5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് അതർ റേഷ്യോസ്. ഓക്കെ, അതായത് കോസ് എ, ടാൻ എ, കൊസീക് എ, സീക്ക് എ, കോട്ട് എ, ബാക്കി 5 റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൽ സൈൻ എയുടെ വാല്യൂ 3/5 എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് വേണമെങ്കിൽ 3 എന്ന് എഴുതാം. ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 5 എന്ന് എഴുതാം. ഓക്കെ, കാരണം സൈൻ എ എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ്, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബി സി. അപ്പോൾ ബി സിയുടെ ലെങ്ത്ത് നമുക്ക് 3 എന്ന് എഴുതാം, എ സിയുടെ ലെങ്ത്ത് 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായി? സൈൻ എ എന്ന് പറയുമ്പോൾ 3/5 ആയി. ഇനി പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ബിയുടെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പൈത്തഗോറസ് തിയറം എന്തായിരുന്നു? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു എ സി ആണ് ഹൈപ്പോട്ടന്യൂസ്, കാരണം 90യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ അത് എ സി ആണ്. അപ്പോൾ എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ സിയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, 5 സ്ക്വയറിന് ഈക്വൽ ടു എ ബിയുടെ വാല്യൂ നമുക്കറിയില്ല, അപ്പോൾ അത് എ ബി എന്ന് തന്നെ എഴുതാം. ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, അപ്പോൾ 3 സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്തായി? 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് 9. ഓക്കെ, 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പോൾ 9 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 25 മൈനസ് 9 ഈക്വൽ ടു എ ബി സ്ക്വയർ എന്ന് വരും. 25 മൈനസ് 9 എന്ന് പറയുമ്പോൾ 16 ഈക്വൽ ടു എ ബി സ്ക്വയർ. അതിൻ്റെ അർത്ഥം എന്താണ്? എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 16 ആയിരിക്കണം, അതായത് 4 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ എ ബിയുടെ ലെങ്ത്ത് 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സൈഡും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 3 സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമുക്ക് ബാക്കി എല്ലാ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി സൈൻ എ തന്നിട്ടുണ്ട് 3/5 എന്നുള്ളത്, അതായത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ എ 3/5 ആണ്. കോസ് എ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ്, എയുടെ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ 4 ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 5, അപ്പോൾ കോസ് എ എന്ന് പറയുമ്പോൾ 4/5. ടാൻ എ എന്ന് പറയുമ്പോഴോ? ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, 4 ആണ് അഡ്ജസൻറ്റ് വരുന്നത്, അപ്പോൾ 3/4. ഇനി ബാക്കി 3 ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൊസീക്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5 വരും 5/3. ഓക്കെ, 1 സൈൻ ആണല്ലോ, സൈൻ എന്ന് പറയുമ്പോൾ 3/5 ആണ്, അപ്പോൾ കൊസീക്ക് എന്ന് പറയുമ്പോൾ 5/3. അതുപോലെ സീക്ക് എന്ന് പറയുമ്പോൾ 1 കോസ് ആണ്, ഇപ്പോൾ കോസ് 4/5 ആയതുകൊണ്ട് സീക്ക് എന്ന് പറയുമ്പോൾ 5/4 എന്ന് വരും. ഇനി ടാനിൻ്റെ ഇൻവേഴ്സ് ആണ് കോട്ട്, അപ്പോൾ അത് ടാൻ 3/4 ആണെങ്കിൽ കോട്ട് 4/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബാക്കി റേഷ്യോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളൊരു സൈഡ് കൂടി കിട്ടും. അപ്പോൾ ആ സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ കോട്ട് തീറ്റയുടെ വാല്യൂ 4/3 ആണ്. ഓക്കെ, ഇപ്പോൾ കോട്ട് തീറ്റയുടെ വാല്യൂ 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ അഡ്ജസൻ്റ് ആണ് 4, ഓപ്പോസിറ്റ് ആണ് 3. ഓക്കെ, അപ്പോൾ ഇതും പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇവിടെ 3 സ്ക്വയർ എന്ന് വരും, അപ്പോൾ 9 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16, അപ്പോൾ 9 + 16 25, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞേക്കുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ വേണം അല്ലേ?
സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഈ തീറ്റ എന്നുള്ളത് ഇവിടെയാണ് ആംഗിൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 3/5 എന്ന് വരും. സൈൻ തീറ്റ 3/5. ഈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, സൈൻ തീറ്റേനെ സ്ക്വയർ ചെയ്യുന്നതാണ് നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതുന്നത്. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ എത്രയായിരുന്നു? 3/5. അപ്പോൾ 3/5 ഹോൾ സ്ക്വയർ, അതായത് 3 സ്ക്വയർ ബൈ 5 സ്ക്വയർ, അപ്പോൾ 9/25. ഓക്കെ, അതുപോലെ തന്നെ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ 4/5. അപ്പോൾ നമുക്കിവിടെ നിന്ന് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ ഹോൾ സ്ക്വയർ, അപ്പോൾ 4/5 ഹോൾ സ്ക്വയർ, അപ്പോൾ ഈക്വൽ ടു 16/25. 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ, ഇവിടെ കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 9/25ഉം 16/25 ആണ് വാല്യൂസ്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ 9/25 പ്ലസ് 16/25. അപ്പോൾ 9 ഡിനോമിനേറ്റർ സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ LCM എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മുകളിൽ 9 + 16 ആഡ് ചെയ്താൽ മതി. 9 + 16 എന്ന് പറയുമ്പോൾ 25 എന്ന് വരും. അപ്പോൾ 25/25 ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. ഇനി ഇത് ഒരു ഫോർമുലയാണ്. എപ്പോഴാണെങ്കിലും ഈ ആംഗിൾ എന്തായാലും ശരി, തീറ്റയുടെ വാല്യൂ എന്താണെങ്കിലും ഇവിടെ കോട്ട് തീറ്റ ഈക്വൽ ടു 4/3 അല്ല, ഏത് നമ്പർ ആയാലും ശരി, എപ്പോഴും സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നാണ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ലെക്ചർ 3ൽ അതിനെപ്പറ്റി കൂടുതൽ കവർ ചെയ്യും. ഓക്കെ, ആ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലയാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.